റിയാസ് ഇത്ര മണ്ടത്തരം വിളിച്ച് പറയുന്നത് ഞാൻ ഓർത്തില്ല. ചിലപ്പോൾ അബദ്ധം പറ്റിയതായിരിക്കാം. ലക്ഷ്മിക്ക് പുറത്ത് സപ്പോർട്ട് കിട്ടുന്നുണ്ട്, വോട്ട് കിട്ടുന്നുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ലക്ഷ്മിയുടെ അടുത്ത് പറഞ്ഞിരിക്കുകയാണ്. അത് ഇൻഡയറക്റ്റ് ആയിട്ടാണ് പറഞ്ഞത്. ലക്ഷ്മിക്ക് അത് മനസ്സിലാവുകയും ചെയ്തു. ബാക്കി അവിടെ ഇരിക്കുന്ന എല്ലാവർക്കും മനസ്സിലായി. ലക്ഷ്മിക്ക് വോട്ട് കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ലക്ഷ്മിക്ക് സന്തോഷമായി. ലക്ഷ്മിയുടെ മുഖത്തെ ചിരി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ അവിടെ ഇരിക്കുന്ന അക്ബറിൻ്റെയും ബാക്കിയുള്ളവരുടെയൊക്കെ മുഖം ആ സമയത്ത് കാണുമായിരുന്നു. ഓ, ഇവക്കപ്പോൾ വോട്ട് കിട്ടുന്നുണ്ടല്ലേ. ഇവള് സെൻസിറ്റീവായൊരു വിഷയം സംസാരിച്ച് ഇവളെ വളരെ നെഗറ്റീവായിട്ടാണ് പുറത്ത് കാണുന്നത്. ഇവർക്ക് വോട്ടുമില്ല, ഒന്നുമില്ല, അടുത്ത ആഴ്ചയിൽ പുറത്ത് പോകുമായിരിക്കും എന്ന പ്രതീക്ഷയിലാണ് അവിടെ ബാക്കിയുള്ളവരൊക്കെ ഇരുന്നത്. പക്ഷേ റിയാസ് വന്ന് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ സമയത്ത് അവിടെ ബാക്കി എല്ലാവരും മുഖം വാടിയിട്ടുണ്ട്. റിയാസ് ബിഗ് ബോസ് വീട്ടിലേക്ക് കയറിയതിൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ലക്ഷ്മിയെ ചൊറിയാൻ വേണ്ടി തന്നെയാണ്. അതുതന്നെയാണ് ഇപ്പോൾ ലൈവിൽ നടക്കുന്നതും. LGBTQ കമ്മ്യൂണിറ്റിയുടെ പേരിൽ ലക്ഷ്മിക്കെതിരെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എന്താണ് പറയുന്നത്? നിങ്ങൾക്ക് നോർമലൈസിങ് എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? നോർമലായിട്ടുള്ള ഒരു കാര്യം നോർമലൈസ് ചെയ്യേണ്ട കാര്യം എന്താണ്? അത് വളരെ നോർമലല്ലേ എന്നൊക്കെ പറഞ്ഞ് ലക്ഷ്മിയുടെ അടുത്ത് തട്ടി കയറുന്നുണ്ട്. പക്ഷേ ലക്ഷ്മി അതിനെല്ലാം തക്കതായ മറുപടിയും കൊടുക്കുന്നുണ്ട്. റിയാസ് എങ്ങനെയൊക്കെ ചൊറിയുന്നു അതിൻ്റെ ഇരട്ടി റിയാസിനെ കയറി ലക്ഷ്മി ചൊറിയുന്നുണ്ട്. പക്ഷേ ലക്ഷ്മി ഒരു പരിധി വിട്ട് റിയാസിൻ്റെ അടുത്ത് അങ്ങനെ ബഹളം ഉണ്ടാക്കി സംസാരിക്കാൻ പോകാറില്ല. കറക്റ്റ് പോയിന്റ് പറഞ്ഞു, അതവിടെ നിർത്തി. പിന്നെ കാമായിട്ടിരിക്കുകയാണ്. കാരണം ഹോട്ടൽ ടാസ്കിൻ്റെ ഭാഗമായിട്ടാണ് അവിടെ നിൽക്കുന്നത്. അതിടയ്ക്ക് ലക്ഷ്മി റിയാസിനോട് സൂചിപ്പിക്കുന്നുമുണ്ട്, സാർ എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? ഹോട്ടലിൽ വന്നിട്ട് നിങ്ങളുടെ ആവശ്യം എന്താണ്? ഹോട്ടലിലെ ആവശ്യം എന്താണ്? അത് പറയൂ എന്നൊക്കെ ലക്ഷ്മി പറയുന്നുണ്ട്. പക്ഷേ റിയാസ് വീണ്ടും ഈ കാര്യങ്ങൾ തന്നെയാണ് എടുത്തിടുന്നത്. LGBTQ കമ്മ്യൂണിറ്റിയെ പറ്റി ലക്ഷ്മി പറഞ്ഞ ആ ഒരു കാര്യം തന്നെയാണ് എടുത്തിടുന്നത്. പക്ഷേ എന്തൊക്കെ പറഞ്ഞിട്ടും ലക്ഷ്മിക്ക് ഒരു കുലുക്കമില്ല. റിയാസ് എന്തൊക്കെ പറയുന്നു അതിന് കറക്റ്റായിട്ടുള്ള ഉത്തരം, ലക്ഷ്മിയുടെ ഭാഗത്ത് നിന്നുള്ള ഉത്തരം ലക്ഷ്മി പറയുന്നുണ്ട്. ഇതൊക്കെ കഴിഞ്ഞ് ഏറ്റവും ലാസ്റ്റ് ട്രിഗർ ആയിട്ടാണ് റിയാസ് പറയുന്നത്, നിങ്ങളിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് വോട്ട് നിങ്ങൾക്ക് കിട്ടുമെന്നറിയാം എന്നൊരു ഡയലോഗ് റിയാസ് പറഞ്ഞേ. അത് പറഞ്ഞപ്പോൾ അപ്പുറം ഇരിക്കുന്ന നമ്മുടെ അക്ബറിൻ്റെയൊക്കെ മുഖവും അതുപോലെ തന്നെ ലക്ഷ്മിയുടെ മുഖവും എല്ലാം മാറുന്നുണ്ട്. ലക്ഷ്മിക്ക് സന്തോഷമാകുന്നുണ്ട്. പക്ഷേ നേരെ അവിടെ ഇരിക്കുന്ന ബാക്കി എല്ലാവരുടെ മുഖവും അങ്ങ് വാടുന്നുണ്ട്. എന്തായാലും പുറത്തെ കാര്യങ്ങളൊക്കെ ഇൻഡയറക്റ്റ് ആയിട്ട് തന്നെ വീട്ടിലുള്ളവർ അറിഞ്ഞു കഴിഞ്ഞു. ബിഗ് ബോസിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.